ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് റേഹോ. ഒരു ദിവസം അപ്രതീക്ഷിതമായി അവൾ പറഞ്ഞു, നമുക്ക് പിരിയാം. ഒരു നല്ല തമാശ കേട്ട ലാഘവത്തോടെ അയാൾ ചിരിച്ചു. രവിയേട്ടൻ എന്താ ചിരിച്ചത്? ഞാൻ സീരിയസ് ആയി പറഞ്ഞതാണ്. രവിയേട്ടൻ ഒരിക്കൽ പോലും തോന്നിയിട്ടില്ലേ ഈ ജീവിതം ഒന്ന് മാറിയാൽ കൊള്ളാമെന്ന്? സത്യം പറഞ്ഞാൽ എനിക്ക് ബോറടിച്ചു തുടങ്ങി. അല്ലെങ്കിൽ തന്നെ നമുക്കെല്ലാം ഒരു ജീവിതമല്ലേ ഉള്ളൂ. അത് നമ്മുടെ സങ്കല്പത്തിനനുസരിച്ച് നന്നായി എൻജോയ് ചെയ്യാനായില്ലെങ്കിൽ. ഒരു അന്യഗ്രഹ ജീവിയെ നോക്കി കാണുന്നത് പോലെ അയാൾ അവളെ നോക്കി. ഒരു മുദ്രക്കടലാസ് അയാൾക്ക് മുന്നിൽ നിവർത്തി വെച്ചവൾ പറഞ്ഞു, ഇവിടെ ഒപ്പിട്ടാൽ മതി. പരസ്പര സമ്മതത്തോടെ ആവുമ്പോൾ പിന്നെ നിയമത്തിന്റെ നൂലാമാലകളൊന്നും ഉണ്ടാവില്ല. ഡിവോഴ്സ് ആണെങ്കിലും നമുക്ക് നല്ല സുഹൃത്തുക്കളായി തന്നെ പിരിയാം. അതല്ലേ നല്ലത്? ചോദ്യഭാവത്തിൽ അവൾ അയാളെ നോക്കി. ഫ്ളാറ്റിന് താഴെ നിന്നും തുടരെ തുടരെ കാറിന്റെ ഹോൺ മുഴങ്ങി. രവിയേട്ടാ, എനിക്ക് അല്പം ധൃതിയുണ്ട്, ഒന്ന് ഒപ്പിട്ട് തന്നാൽ. ശില കണക്കെ സ്തംഭിച്ചിരിക്കുന്ന അയാൾക്ക് മുന്നിൽ പെട്ടെന്ന് അവൾക്ക് വാക്കുകൾ ഇടറി. അല്ലെങ്കിൽ വേണ്ട, 2 ദിവസം കഴിഞ്ഞു വരുമ്പോൾ തന്നാൽ മതി. അവൾ തിരക്കിട്ട് ഗോവണി ഇറങ്ങിപ്പോയി. ഓരോ തവണ നാട്ടിൽ ചെല്ലുമ്പോഴും അമ്മ പറയും, നീ ഇങ്ങനെ ഒറ്റത്തടിയായി കഴിഞ്ഞാൽ മതിയോ? നിനക്ക് നല്ലൊരു കുട്ടിയെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞെങ്കിലും ഒടുവിൽ അമ്മയുടെ സങ്കടത്തിന് മുമ്പിൽ അയാൾ കീഴടങ്ങി. അമ്മ കണ്ടുവച്ച ആ ശാലീന സുന്ദരി അങ്ങനെ അയാളുടെ ജീവിതത്തിന്റെ ഭാഗമായി. അന്യനാട്ടിലെ നഗരജീവിതം ആദ്യം അവളെ അസ്വസ്ഥയാക്കിയെങ്കിലും വളരെ വേഗം അവൾ അതുമായി ഇണങ്ങിച്ചേർന്നു. വിദ്യാസമ്പന്നയായ അവൾക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ഓഫീസിൽ പോകാൻ തുടങ്ങിയതോടെ അവളുടെ ജീവിത രീതിക്കും ക്രമേണ മാറ്റം വന്നു തുടങ്ങി. ആദ്യം സീമന്തരേഖയിലെ സിന്ദൂരവും പിന്നെ കഴുത്തിലെ താലിമാലയും ഒടുവിൽ വിരലിലെ വിവാഹമോതിരവും അപ്രത്യക്ഷമായി. ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആണെന്നും പറഞ്ഞ് അവൾ അയാളെ സമാധാനിപ്പിച്ചു. ഉടനെയൊന്നും കുട്ടികൾ വേണ്ടെന്നും തനിക്ക് പ്രസവിക്കാൻ പേടിയാണെന്നും വേണമെങ്കിൽ ഒരു കുട്ടിയെ പിന്നെ ദത്തെടുക്കാമെന്നും അവൾ പറഞ്ഞു. ഈ ആണുങ്ങൾക്ക് എന്ത് സുഖമാണ്, അവർക്ക് പ്രസവിക്കേണ്ടല്ലോ. ദൈവം സ്ത്രീകളോട് മാത്രം എന്ത് വിവേചനമാണ് കാട്ടിയത്? അവൾ ചിലപ്പോഴെല്ലാം ഒരു ഫെമിനിസ്റ്റിനെ പോലെ രോക്ഷം കൊണ്ടു. പുറത്താരോ വന്നിട്ടുണ്ട്. യന്ത്രക്കിളി ചിലച്ചു. അത് അവളാണ്. കൂടെ യുവാവായ ഒരു പുരുഷനും 6 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ആൺകുട്ടിയുമുണ്ട്. അയാളെ കണ്ട ഉടനെ കുട്ടി നമസ്തേ അങ്കിൾ എന്ന് അഭിവാദനം ചെയ്തു. അവളോടൊപ്പം കുട്ടിയും അകത്തേക്ക് വന്നു. അവൻ വളരെ സ്മാർട്ടാണ്. മുദ്രക്കടലാസിൽ ഒരു സൂക്ഷ്മ നിരീക്ഷണം നടത്തി ഒന്നും മിണ്ടാതെ അവൾ പുറത്തേക്ക് നടന്നു. അവളുടെ കയ്യിൽ തൂങ്ങിക്കൊണ്ട് അവൻ ചോദിച്ചു, ഇനി ആന്റി എന്നും ഞങ്ങളുടെ ഒപ്പമായിരിക്കും താമസം. അപ്പോൾ അങ്കിൾ ഒറ്റയ്ക്കാവില്ലേ? ശരിയാണ്, ആ കുട്ടിക്ക് നല്ല തിരിച്ചറിവുണ്ട്. പുറത്ത് കാത്തു നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെ മുമ്പൊരിക്കൽ അയാൾ അവളോടൊപ്പം കണ്ടിട്ടുണ്ട്. സഹപ്രവർത്തകനാണ്. 2 മാസം മുൻപ് അയാളുടെ ഭാര്യ ഒരു അപകടത്തിൽ മരിച്ചെന്നും അവർക്ക് 5 വയസ്സായ ഒരു മകനുണ്ടെന്നും അവൾ പറഞ്ഞത് അയാൾ ഓർത്തു. കാറിൽ കയറുമ്പോൾ അവൻ ടാറ്റ പറഞ്ഞു. ഒരമ്മയെ കിട്ടിയെ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമായിരുന്നു അവന്. ഒറ്റയ്ക്കുള്ള ജീവിതവുമായി ഒന്ന് പൊരുത്തപ്പെട്ടു വരുമ്പോഴാണ് ഒരു ദിവസം അവളുടെ ഫോൺ വന്നത്. രവിയേട്ടാ, അതൊരു തേങ്ങലായിരുന്നു. ഈ തടവറയിൽ കിടന്ന് എനിക്ക് മടുത്തു. അയാൾ ഞാൻ കരുതിയതുപോലെയല്ല. എന്തോ ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി ആ സത്യം അയാൾ എന്നോട് തുറന്നു പറഞ്ഞു. ആദ്യ ഭാര്യയെ അയാൾ കഴുത്ത് ഞെരിച്ചു. വാക്കുകൾ മുഴുവിപ്പിക്കുന്നതിന് മുമ്പ് അവൾ വീണ്ടും വിതുമ്പി. അയാൾ പറയുന്നത് അനുസരിച്ച് നിന്നില്ലെങ്കിൽ എന്നെയും. അപ്പുറത്തുനിന്നും അവളുടെ കരച്ചിൽ കുറച്ചുകൂടി ഉച്ചത്തിലായി. ഞാൻ തിരിച്ചു വരട്ടെ രവിയേട്ടാ, എന്നെ രക്ഷിക്കില്ലേ? അവൾ തന്റെ അഭ്യർത്ഥന തുടരവെ പെട്ടെന്ന് ഫോൺ കട്ടായി. ആ മുറിയിൽ താൻ ഒറ്റയ്ക്കായിരുന്നു എന്ന യാഥാർത്ഥ്യം അയാൾ ശരിക്കും തിരിച്ചറിഞ്ഞത് അപ്പോഴാണ്. ഭയപ്പെടുത്തുന്ന ഒരു മൂകത ചുറ്റും തളം കെട്ടിയിരിക്കുന്നതായി അയാൾക്ക് തോന്നി. ഏത് നിമിഷവും ചിലച്ചേക്കാവുന്ന യന്ത്രക്കിളിയുടെ ശബ്ദത്തിനായി അയാൾ കാതോർത്തു.